ഇവിടെ അസുഖമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വന്ന പയ്യന്റെ ഷർട്ട് അയച്ചു മാറ്റി നോക്കിയപ്പോൾ അവനക്ക് മൂന്നാമതായി ഒരു കൈയും കൂടെ ഉണ്ട്. ഡോക്ടർ അവനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പയ്യന് ശ്വാസം കിട്ടാതെയായി. അവനെ ഐസിയുലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയത് ഇൻക്യുബേറ്ററിൽ വെച്ച് താൽക്കാലികമായി ആ പ്രശ്നം സോൾവ് ചെയ്തു. അതിനുശേഷമാണ് ഇവനക്ക് 3 കൈയുള്ളത് കൊണ്ടാണ് ശ്വാസം എടുക്കാൻ കഷ്ടപ്പെടുന്നതെന്ന് കണ്ടുപിടിച്ചു. സോ ഏതെങ്കിലും ഒരു കൈ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ ഇവനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയാൽ ആ ചെറിയ കൈയിന് മാത്രമാണ് അനക്കമുള്ളത്. അതുകൊണ്ട് ഇടത്തെ കൈ മുറിക്കാനുള്ള പെർമിഷൻ അവന്റെ പാരന്റ്സിന്റെ അടുത്ത് വാങ്ങാൻ നോക്കി. എന്നാൽ പാരന്റ്സും വലിയ കൈയില്ലാതെ ചെറിയ കൈ മാത്രമുള്ളത് കാണാൻ ഭാവിയിൽ അവൻക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ചെറിയ കൈ എങ്ങനെങ്കിലും മാറ്റാൻ പറഞ്ഞു. ഇപ്പോ ഇതിന് എന്ത് ചെയ്യാമെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഡോക്ടർ ആ ചെറിയ കൈയിലുള്ള നരമ്പ് ഇടത്തെ കൈയിലേക്ക് മാറ്റാൻ പറ്റിയാലോ എന്നൊരു പ്ലാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇനിയിപ്പോ ചെറിയ തെറ്റ് പറ്റിയാലും 2 കൈയിലെ സ്വാധീനവും പോകാൻ ചാൻസ് ഉണ്ട്. ഇവന്റെ ഭാഗ്യത്തിന് ആ ചെറിയ കൈയിലുള്ള നരമ്പ് വലിയ കൈയിലെ നരമ്പിലേക്ക് മാറ്റി. ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ ടാലന്റ് കൊണ്ട് അവന്റെ വലിയ കൈ അനങ്ങാൻ തുടങ്ങി. അത് അനങ്ങുന്നത് കണ്ടതിന് ശേഷമാണ് അവന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷം തന്നെ ആയത്.